യെസ്, വളരെ സുപ്രധാനമായ ഹൈക്കോടതിയുടെ വിധി. തുടരന്വേഷണത്തിന് സ്റ്റേ ഇല്ല എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഇക്കാര്യത്തിൽ കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് തുടരന്വേഷണം സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് സർക്കാർ കോടതിയിൽ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നു. ആ ഹർജിയിന്മേലാണ് നിലവിൽ കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. തുടരന്വേഷണം അതായത് ധനമന്ത്രി കെ.എം. മാണി കോഴ വാങ്ങിയതിന് തെളിവുണ്ട് എന്ന കീഴ്ക്കോടതി വിധിയെ സാധൂകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിലവിൽ ഈ നിലപാടെടുത്തിരിക്കുന്നത്. തുടരന്വേഷണം നടത്താം എന്ന വളരെ ഗൗരവതരവും വളരെ സുപ്രധാനവുമായ നിരീക്ഷണമാണ്, വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വലിയ തിരിച്ചടി ഇക്കാര്യത്തിൽ സർക്കാരിന് ഉണ്ടായിരിക്കുന്നു. മാണി ഒരർത്ഥത്തിൽ രാജിവെക്കാതിരുന്നത് പോലും മേൽക്കോടതിയിൽ നിന്ന് അനുകൂലമായ പരാമർശം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലായിരുന്നു. അത്തരത്തിൽ ഉള്ള പരാമർശം കോടതിയിൽ നിന്നുണ്ടാകും എന്ന് അഡ്വക്കേറ്റ് ജനറൽ കെ.പി. ദണ്ഡപാണി മാണിയോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് വളരെ നിർണായകമായ വിധിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ധനമന്ത്രി കെ.എം. മാണി കോഴ വാങ്ങി, അതിന് തെളിവുണ്ട് എന്ന കീഴ്ക്കോടതിയുടെ വിധി, വിജിലൻസ് കോടതിയുടെ വിധിയെ സാധൂകരിച്ചുകൊണ്ട് അതിനെ ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിലവിൽ ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ധനമന്ത്രി കെ.എം. മാണി 2 ഘട്ടമായി ലക്ഷങ്ങളോളം കോഴ ബാർ ഉടമകളിൽ നിന്ന് വാങ്ങി എന്ന വളരെ സുപ്രധാനമായ വിധി. ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ പി താജുദ്ദീൻ ചേരുന്നുണ്ട്. താജുദ്ദീൻ, എന്താണ് കോടതി വിധി? ബാർക്കോഴ കേസിന്റെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ തൽക്കാലം ഇടപെടാനാവില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയായിരുന്നു. കേസ് സർക്കാർ വിജിലൻസ് സമർപ്പിച്ച അപ്പീലിന്മേൽ കൂടുതൽ വാദം നടത്തേണ്ടതുണ്ട് എന്ന് ജസ്റ്റിസ് പി കമാൽ പാഷ വ്യക്തമാക്കി. എന്നാൽ സർക്കാരിന്റെ വാദങ്ങളും വിജിലൻസിന്റെ വാദങ്ങളെല്ലാം പൂർണ്ണമായും അംഗീകരിക്കാനാവില്ല എന്ന് കോടതി വാദമധ്യേ വ്യക്തമാക്കുകയായിരുന്നു. വിജിലൻസ് ഡയറക്ടറാണ് വിജിലൻസ് മാനുവലിനെതിരെ പ്രവർത്തിച്ചതെന്ന് കോടതി വാദമധ്യേ അഭിപ്രായപ്പെട്ടു. എന്തിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സർക്കാർ മാറ്റിയതെന്നും കോടതി വാദത്തിന്റെ ചോദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ജസ്റ്റിസ് ഡി കമാൽ പാഷ വാദത്തിനിടെ അഭിപ്രായപ്പെട്ടു. വിജിലൻസ് ഡയറക്ടർ വിജിലൻസ് മാനുവലിനെതിരായി പ്രവർത്തിച്ചു എന്ന് വേണം കരുതാൻ. വിജിലൻസ് മാനുവൽ പ്രകാരം വിജിലൻസ് ഡയറക്ടർക്ക് അന്വേഷണം അവസാനിപ്പിക്കാൻ അധികാരമുണ്ടായിരുന്നു. എന്നാൽ അന്വേഷണം നടത്തിയ വിജിലൻസ് എസ് പി സുകേഷിന്റെ വസ്തുതാപരമായ റിപ്പോർട്ട് തിരുത്തുന്നതിന് വേണ്ടി ഇടപെട്ടത് എന്തിന് എന്ന് കോടതി ആരായുകയായിരുന്നു. ഇതാണ് മുഴുവൻ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മോദി സർക്കാരിന്റെ കാലത്ത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്ന നാഗേശ്വര റാവുവിന്റെ അഭിപ്രായം തേടിയാണ് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് അഡ്വക്കേറ്റ് ജനറൽ ആവർത്തിച്ച് വ്യക്തമാക്കിയെങ്കിലും എന്തിനായിരുന്നു ഈ നടപടിയെന്നും എന്തുകൊണ്ട് അഡ്വക്കേറ്റ് ജനറൽ ഇക്കാര്യത്തിൽ സർക്കാരിന് ഉപദേശം നൽകിയില്ല എന്നും വിജിലൻസിന് പ്രത്യേകം ഉപദേശം നൽകാത്തതെന്ന് വിശദീകരിക്കാൻ കോടതി ആവശ്യപ്പെടുകയായിരുന്നു. നാഗേശ്വര റാവു അടക്കമുള്ള സ്വകാര്യ അഭിഭാഷകരെ എന്തിനാണ് സമീപിച്ചത് എന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചെങ്കിലും വിജിലൻസിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ കെ.പി. ദണ്ഡപാണിക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഹർജിയിൽ കൂടുതൽ വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് കോടതി അഭിപ്രായപ്പെടുകയായിരുന്നു. എന്നാൽ വിജിലൻസിന് ഇത്തരമൊരു ഹർജി ഫയൽ ചെയ്യാനാവില്ല എന്ന് വി.എസ്. അച്യുതാനന്ദന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ മറ്റഭിഭാഷകരും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ഇതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കോടതി വ്യക്തമാക്കിയത്. എന്തുകൊണ്ടാണ് സർക്കാർ അപ്പീൽ ഫയൽ ചെയ്യാതെ വിജിലൻസ് ഹർജി ഫയൽ ചെയ്തത് എന്ന കാര്യം കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. വിജിലൻസ് ഡയറക്ടർക്കോ ഏതെങ്കിലും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനോ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനോ ഇത്തരമൊരു ഹർജി ഫയൽ ചെയ്യാൻ അധികാരമില്ല എന്ന സുപ്രീം കോടതിയുടെ വാദം ചൂണ്ടിക്കാട്ടിയാണ് കേസിലെ ബന്ധപ്പെട്ട എതിർകക്ഷികൾ കോടതിയിൽ വാദം ഉന്നയിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഈ ഹർജിയിൽ കൂടുതൽ വാദം കേൾക്കേണ്ടതുണ്ടെന്നും തൽക്കാലം സ്റ്റേ ചെയ്യുന്നില്ലെന്നും കോടതി വ്യക്തമാക്കിയത്. കേസിന്റെ വാദത്തിനിടെ മറ്റൊരു കാര്യം കോടതി ചൂണ്ടിക്കാട്ടി. മന്ത്രി കെ.എം. മാണിക്ക് നൽകാനായി പണം കൊണ്ടുപോയി എന്നതിന് തെളിവുള്ളതെന്നും പണം വാങ്ങിയതിനും നൽകുന്നതിനും തെളിവില്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ കോടതി ചൂണ്ടിക്കാട്ടി. ആ സാഹചര്യത്തിൽ കോടതി വ്യക്തമായ ഒരു ചോദ്യം ഉന്നയിക്കുകയായിരുന്നു. പിന്നെ എന്തിനാണ് പണം അകത്തേക്ക് കൊണ്ടുപോയത് എന്ന് വ്യക്തമാക്കാൻ അഡ്വക്കേറ്റ് ജനറലിനോട് കോടതി ആവശ്യപ്പെട്ടു. കൂടുതൽ വാദമാണ് ഇക്കാര്യത്തിൽ നടക്കേണ്ടത്. ഇതിന്റെ മുഴുവൻ നിയമവശങ്ങളും പരിശോധിക്കുമെന്ന് വ്യക്തമാക്കി. ഹർജിയിൽ ഇത്തരമൊരു വിചാരണ കോടതിയുടെ വിധി വന്നതിന് ശേഷം വിജിലൻസിന്റെ പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണെന്നും അഡ്വക്കേറ്റ് ജനറൽ ചൂണ്ടിക്കാട്ടിയെങ്കിലും തൽക്കാലം ഉത്തരവ് പുറപ്പെടുവിക്കാൻ കോടതി സമ്മതിക്കുകയായിരുന്നു. ഒരു കാര്യം കൂടി, ഒരു സംശയം കൂടി താജുദ്ദീൻ. അതായത് വിജിലൻസ് മാനുവൽ പ്രകാരമാണ് അന്വേഷണ റിപ്പോർട്ടുകൾ മേലുദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ വിജിലൻസ് മാനുവൽ ലംഘിച്ചു എന്ന് കോടതി നടത്തിയ നിരീക്ഷണം എങ്ങനെയാണ് സാധൂകരിക്കുന്നത്? അത് ഒന്നുകൂടി വിശദീകരിക്കാമോ? വിജിലൻസ് മാനുവലിന്റെ എതിരായിയാണ് വിജിലൻസ് ഡയറക്ടർ പ്രവർത്തിച്ചത് എന്നാണ് കോടതിയുടെ പ്രഥമ ദൃഷ്ട്യ ഇപ്പോൾ കോടതി അനുമാനിക്കുന്നത്. വിജിലൻസ് മാനുവൽ പ്രകാരം അന്വേഷണം നടത്തി വസ്തുതാപരമായ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി തെളിവില്ലെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡയറക്ടർക്ക്
റിപ്പോർട്ട് സമർപ്പിക്കാമായിരുന്നു. അത്തരമൊരു റിപ്പോർട്ട് തെളിവില്ല എന്ന റിപ്പോർട്ട് തയ്യാറാക്കാതെ അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ തെളിവില്ലെന്ന് സ്വാധീനിച്ച് തെളിവ് മറ്റൊരു തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയതാണ് കോടതിയുടെ വിമർശനത്തിന് കാരണമായത്. വിജിലൻസ് മാനുവലിൽ വിജിലൻസ് ഡയറക്ടറാണ് ഇക്കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ അന്വേഷണം നടത്തിയ SP സുകേശന്റെ റിപ്പോർട്ട് മാറ്റിക്കുകയാണ് വിജിലൻസ് ഡയറക്ടർ ചെയ്തത്. ഇതാണ് പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണമായത്. തെളിവില്ലെങ്കിൽ അവിടെ അവസാനിപ്പിച്ച് കേസ് അവസാനിപ്പിക്കുകയാണ് എന്ന് വിജിലൻസ് ഡയറക്ടർക്ക് തന്നെ നിർദ്ദേശം നൽകാമായിരുന്നു. നിയമവശം ഉണ്ടായിട്ടും ഈ മറികടന്ന് നടപടി സ്വീകരിച്ചത് വിജിലൻസ് ഡയറക്ടറാണെന്നും അങ്ങനെ പരിശോധിക്കുമ്പോൾ വിജിലൻസ് ഡയറക്ടർ വിജിലൻസ് മാനുവലിനെതിരെ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് വിലയിരുത്തേണ്ടതെന്നും ജസ്റ്റിസ് വി കമാൽ പാഷ വാദത്തിനിടെ അഭിപ്രായപ്പെടുകയായിരുന്നു. വളരെ നിർണായകമായ കണ്ടെത്തലുകളും പോയിന്റുകളുമാണ് കീഴ്ക്കോടതിയുമായി ബന്ധപ്പെട്ട് അതിനെ സാധൂകരിച്ചുകൊണ്ട് ഇപ്പോൾ ബിജു രമേശ് തന്നെ നമുക്കിപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ ബിജു രമേശ്, എങ്ങനെയാണ് ഹൈക്കോടതിയുടെ ഈ വിധിയെ നിലവിൽ കാണുന്നത്? കാരണം കീഴ്ക്കോടതി വിധിയെ സാധൂകരിക്കുകയും വളരെ നിർണായകമായ ചില പോയിന്റുകൾ എടുത്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടർ ആ മാനുവൽ ധിക്കരിച്ചു. പണം മാണിയുടെ വസതിയിലേക്ക് കൊണ്ടുപോയത് എന്തിന്? AGയുടെ നിയമോപദേശം ആ കാലഘട്ടത്തിൽ തേടാത്തത് എന്തുകൊണ്ടായിരുന്നു? വളരെ ഗൗരവതരമായ ചോദ്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ബിജു രമേശ്, കേസിന്റെ ഡയറി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 100% കുറ്റകൃത്യം ചെയ്തിട്ടുള്ളതായിട്ട് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആ കുറ്റവാളിയെ രക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയാണ് DGPയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലെന്നും അത് വിജിലൻസ് മാനുവലിൽ വ്യക്തമായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്നും ആർക്കും സാധാരണ ഒരു നിയമം ഇവിടുത്തെ തന്നെ ലോക്കൽ സാധാരണ ഉള്ള അഡ്വക്കേറ്റ്സുകൾക്കും ഓർക്കും അറിയാം. അതിന് സുപ്രീം കോടതി ലോയേഴ്സിന്റെ അടുത്തൊന്നും പോയി അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഈ കുറ്റവാളിയെ രക്ഷപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയാണ് സുപ്രീം കോടതിയുടെ ഒരു നിയമോപദേശം ഇതുവരെ ഇന്ത്യൻ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിലൊരു നിയമോപദേശം തേടുകയും അതിന്റെ മറവിൽ രക്ഷപ്പെടുത്തുവാനാണ് നോക്കിയത്. പക്ഷെ നീതിപീഠത്തിന്റെ മുന്നിൽ വന്നപ്പോഴത്തേക്കും അതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നു. നീതിപീഠം അവർക്ക് അനുകൂലമായി നിൽക്കുന്നില്ല എന്ന വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നിയമവകുപ്പ് മന്ത്രിയാണ് പ്രതി എന്ന കാര്യം കൂടി നമ്മൾ തള്ളിക്കളയരുത്. ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ നിയമവകുപ്പ് മന്ത്രിയാണ്. ആ നിയമവകുപ്പ് മന്ത്രിക്കെതിരെയാണ് ഇപ്പൊ ആദ്യം വിജിലൻസ് കോടതിയിൽ നിന്നും ഇപ്പോ ഹൈക്കോടതിയിൽ പോയി അതിലൂടെ വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെ മറികടന്ന് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും വന്നത്. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് എന്തിനാണ്? സുകേശന്റെ വസ്തുതാവിവര റിപ്പോർട്ട് തിരുത്തിയത് എന്തിനാണ് എന്നതടക്കമുള്ള വളരെ ഗൗരവതരമായ ചോദ്യങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കേസ്, ഒരു ക്രിമിനൽ കേസായാലോ വിജിലൻസ് കേസായാലോ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ചാർജ് ഫ്രെയിം ചെയ്യാനുള്ള പൂർണ്ണ അധികാര നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. മേലുദ്യോഗസ്ഥന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാം. എന്നുവെച്ചാൽ ആ കേസ് ഏതൊക്കെ ഭാഗത്ത് വീക്കുണ്ടോ ആ ഭാഗങ്ങൾ കൂടി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുക്കാനുള്ള അധികാരം മാത്രമേ മേലുദ്യോഗസ്ഥനുള്ളൂ. അല്ല കേസിൽ നിന്ന് പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി കേസ് അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള ഉപദേശം കൊടുക്കാനല്ല നിയമം അനുശാസിക്കുന്നത്. കേസിൽ ഏതെങ്കിലും ഭാഗത്തുള്ള അന്വേഷണത്തിൽ വീഴ്ചകളോ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള ആ ഭാഗം കൂടി പരിശോധിക്കാനായിട്ട് ചൂണ്ടിക്കാണിക്കാം. അതിന് പകരം കേസ് റെഫർ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ഈ മേലുദ്യോഗസ്ഥന്മാരെ മാത്രം സ്വാധീനത്തിൽ കേരളത്തിൽ വരുന്ന എല്ലാ ക്രിമിനൽ കേസുകളും കോടതിയിൽ പോകേണ്ട കാര്യമല്ലോ. തീർപ്പ് മേലുദ്യോഗസ്ഥന്മാർ കൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു പോകും. നിയമത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയാണ് വിജിലൻസിന്റെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടൽ. അതിനെ ബഹുമാനപ്പെട്ട കോടതിയിലെത്തിയപ്പോൾ അതിന് ശക്തമായ ഒരു ഇടപെടൽ വന്നത് ഈ ജനങ്ങൾക്ക് നീതിപീഠത്തോടും നീതിയോടും ഉള്ള ഒരു വിശ്വാസം ആർജിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായത്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നീതിയും ഇല്ലാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ച് അതാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു സവിശേഷമായ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ടോ? കാരണം പ്രോസിക്യൂഷൻ പ്രതിക്ക് വേണ്ടി വാദിക്കുന്ന അപൂർവമായ സാഹചര്യം എന്ന ഒരു രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രോസിക്യൂഷനുടെ വിജിലൻസ് കോടതിയിൽ പോലും പ്രതിക്ക് വേണ്ടിയാണ് വാദിച്ചത്. അവസാനം കോടതി പോലും ചോദിക്കുകയുണ്ടായി, താങ്കൾ പ്രതിക്ക് വേണ്ടിയാണോ വാദിക്കുന്നതെന്ന് കോടതി പോലും. കാര്യം കോടതിയിൽ എപ്പോഴും ഗവൺമെന്റിന് വേണ്ടി ഈ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫയൽ ചെയ്തിരിക്കുന്ന അതിനെ അതിലുള്ള ശരികൾ കണ്ടെത്തുന്നതിന് പകരം ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പൂർവ്വചരിത്രം പോലും പരിശോധിക്കണമെന്നൊക്കെ കോടതിയിൽ വന്നതെന്ന് പറയുന്നെങ്കിൽ ആ കോടതിയെ തന്നെ അവസാനം കോടതി തന്നെ ചോദിച്ചു, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ വാദിക്കുന്നത്? പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയാണോ? കാര്യം വാദം മൊത്തം പ്രതിക്ക് വേണ്ടിയായിരുന്നു. അവിടെ മറ്റു പല അഭിഭാഷകരും പ്രതി തന്നെ കേസ് കൊടുത്ത് അവിടെ ഹാജരാക്കി കേസിനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തി. ഹൈക്കോടതിയിൽ നിന്നുള്ള സീനിയർ അഭിഭാഷകൻ പോലും ഈ കേസിന്റെ അന്വേഷണം പോരാ എന്നും പറഞ്ഞുള്ള വ്യാഖ്യാനം വന്നിട്ട് അവസാനം കേസ് റെഫർ ചെയ്ത് കളയണം എന്നുള്ള രീതിയിലേക്കുള്ള ആർഗ്യുമെന്റ്സ് വരെ വന്നു.
പല രീതിയിലും ഈ കേസിന്റെ നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് അട്ടിമറിക്കാനുള്ള ശ്രമം വിജിലൻസ് കോടതിയിൽ നടന്നു എന്നുള്ള വസ്തുത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ ജനങ്ങൾക്കും കോടതിക്കും കേസിന്റെ ഇത് വായിച്ചു നോക്കി, കേസ് ഡയറി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുറ്റകൃത്യം നടന്നു എന്നുള്ള കാര്യം വളരെ സുതാര്യമായി അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 75 ലക്ഷം രൂപ എങ്ങനെയൊക്കെയാണെന്നുള്ള അതിന്റെ ബാക്കി എവിഡൻസുകൾ കൂടി കണ്ടെത്തുന്നതിലേക്കാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. സർക്കാർ എന്തിനാണ് ഇത്തരത്തിൽ ധൃതി കാണിക്കുന്നത് എന്നുകൂടി കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. 101 തവണ അന്വേഷിക്കട്ടെ എന്ന മാണി ആവർത്തിക്കുക കൂടി ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇതിനെ നിലവിൽ എങ്ങനെയാണ് കാണാനാവുക? എന്തിനാണ് ഈ ധൃതി എന്നാണ് കരുതുന്നത്? മാണി സാർ അത് പറയുന്നെങ്കിൽ 101 തവണ ആവർത്തിക്കട്ടെ എന്ന് പറയുന്നെങ്കിലും അദ്ദേഹം മറ്റു പക്ഷത്തോട് രാഷ്ട്രീയപരമായി മുഖ്യമന്ത്രി അടക്കം അവരുടെ വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കേസിൽ നിന്നും ഊരിപ്പോകാനാണ്. ഭരണം മാറി വല്ലതും വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ കേസ് ശക്തമായി അന്വേഷിച്ച് മുന്നോട്ട് പോവുകയും മാണിസാർ ജയിലിൽ പോകുന്നുള്ള കാര്യത്തിൽ ഉള്ള ഭയപ്പാടാണ് അവരെ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയാണ് ഈ ഉള്ള ധൃതി പിടിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം. അതെ, ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി കോടതി നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നതാണ്. കാരണം സാക്ഷിമൊഴി, അമ്പിളിയുടെ സാക്ഷിമൊഴി വളരെ നിർണായകമായിരുന്നല്ലോ ഈ ഘട്ടത്തിൽ. കാരണം പ്രത്യേകിച്ച് പണം പ്രശാന്തിയിലേക്ക് കൊണ്ടുപോകുന്നത്, ആ ടവർ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഗൗരവതരമായി പരിഗണിച്ചിരുന്നു. പണം മാണിയുടെ വസതിയിലേക്ക് കൊണ്ടുപോയത് എന്തിന് എന്ന വളരെ നിർണായകമായ ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് മാണി സാർ ആദ്യമേ പൈസ മേടിച്ചിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ ഓരോ പ്രാവശ്യം പോകുമ്പോൾ പൈസയും കൊണ്ടാണല്ലോ പോകുന്നത്. ഒരാൾക്ക് പൈസ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് രണ്ടാമതും മൂന്നാമതും പൈസയുമായിട്ട് പോകുന്നതായിട്ടുള്ള രംഗങ്ങൾ നമുക്കിത് വായിച്ചെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. ആദ്യം 15 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തത് അവരുടെ തന്നെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള കേരള കോൺഗ്രസിന്റെ തന്നെ അംഗങ്ങളായിട്ടുള്ള അംബാസിഡർ ഹോട്ടലിന്റെ. വളരെ നന്ദി ബിജു രമേശ്, ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. സാധ്യമാണെങ്കിൽ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. താങ്കളുടെ സാന്നിധ്യം ആവശ്യമുണ്ട്, അതുകൊണ്ട് കൂടിയാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ, അദ്ദേഹം നമുക്കൊപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, മാണി രാജി വെക്കാതിരുന്നത് അല്ലെങ്കിൽ രാജി നീട്ടിയിരുന്നത് മേൽക്കോടതിയിൽ നിന്ന് അനുകൂലമായ പരാമർശം ഉണ്ടാകുമായിരുന്നു എന്ന് കരുതിയാണ്. AG അദ്ദേഹത്തിന് നൽകിയ നിയമ ഉപദേശവും ഒരർത്ഥത്തിൽ ഇത് തന്നെയായിരുന്നു. ഇനി എന്താണ് ധനമന്ത്രി KM മാണിക്ക് മുന്നിലുള്ള വഴി? അദ്ദേഹത്തിന് പുതിയ എന്തെങ്കിലും ന്യായീകരണം കണ്ടെത്തി വീണ്ടും സ്ഥാനത്ത് കടിച്ചു തൂങ്ങിയിരിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു കാരണവശാലും രാജിവെക്കില്ലെന്ന് അദ്ദേഹത്തിനൊക്കെ നമുക്കറിയാം. അതെ, അതുകൊണ്ട് ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിപരീത പരാമർശം ഉണ്ടായാലും മധ്യ കേരളത്തിലെ ചില മെത്രാന്മാരുടെ പിന്തുണയെടുത്തോളം കാലം അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തന്നെ തുടരും. മെത്രാന്മാർക്കാണെങ്കിൽ ഉളുപ്പ് എന്ന വാക്ക് അത് അവരുടെ നിഘണ്ടുവിൽ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും തുടർന്ന് പിന്തുണ നൽകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, ഉമ്മൻചാണ്ടി മാത്രമാണ് ആ ഘട്ടത്തിലും അദ്ദേഹത്തെ പിന്തുണച്ചത്. KP വിശ്വനാഥന്റെ ഉദാഹരണമൊക്കെ എടുത്തിട്ട് ഒരു മുഴം നീട്ടിയെറിഞ്ഞു ഉമ്മൻചാണ്ടി. ഇനി നിലവിൽ രാജിവെക്കണമെന്ന് സ്പഷ്ടമായി പറയാൻ സുധീരൻ അടക്കമുള്ളവർക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് സാഹചര്യം നീങ്ങുമോ നിലവിലെ സാഹചര്യം? അത് നാളെ ഉച്ചയ്ക്ക് ഈ സമയമാകുമ്പോഴത്തേക്കും തീരുമാനമാകും. കാരണം മധ്യ കേരളത്തിൽ വലിയ തിരിച്ചടി UDF ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാണിയുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുകയും അങ്ങനെ മാണിയെ ബലിയാടാക്കി അവർക്ക് ഈ പരാജയത്തിൽ നിന്ന് കരകയറാൻ കഴിയും. നേരെ മറിച്ച് അവർക്ക് ഗുണകരമായ ഒരു റിസൾട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ അഴിമതിയെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത് അഴിമതിയല്ല, ജനകീയ കോടതി ഞങ്ങൾക്കൊപ്പമാണ്. അതുകൊണ്ട് ഇനിയും മെയ് മാസം വരെ അഴിമതി തുടരും എന്ന ധീരമായ നിലപാട് സ്വീകരിക്കും. ഇത് മുന്നിൽ കണ്ടാണോ VM സുധീരൻ നേരത്തെ പറഞ്ഞത്? ബാർക്കോഴ കേസിൽ കൃത്യമായ അഭിപ്രായമുണ്ട്, പക്ഷേ രാഷ്ട്രീയ ഔചിത്യം പാലിച്ച് ഇപ്പോഴൊന്നും മിണ്ടുന്നില്ല, കൃത്യസമയത്ത് പ്രതികരിക്കാം, ഇതിനെ ഞാൻ ജനവിധിക്ക് വിടുന്നു എന്ന് പറഞ്ഞത്? തീർച്ചയായിട്ടും അദ്ദേഹം നടത്തിയത് ഒരു വിധത്തിൽ UDF തോൽപ്പിക്കാനുള്ള പരോക്ഷമായ ഒരു ആഹ്വാനമാണ്. കാരണം ഇതുപോലൊരു അഴിമതി നടക്കുമ്പോൾ അഴിമതിക്കാരനെന്ന് കോടതി കുറ്റപ്പെടുത്തിയതിന് ശേഷം ഒരാൾ മന്ത്രിസ്ഥാനത്ത് കടിച്ചു തൂങ്ങി കിടക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ജനകീയ കോടതിയുടെ മുമ്പിലാണുള്ളത്, ജനകീയങ്ങൾ വിധിക്കട്ടെ, ജനങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കട്ടെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിനപ്പുറം ഒരു കാര്യം കൂടി, ഇതിന്റെ നിയമവശങ്ങളിലേക്ക് കൂടി കടന്നാൽ, കാരണം കേസ് പരിഗണിക്കുന്ന സമയത്ത് കോടതി ഉന്നയിച്ച നിർണായകമായ ചില ചോദ്യങ്ങൾ കൂടി ഇവിടെ ഉണ്ടല്ലോ. കാരണം പണം മാണിയുടെ വസതിയിലേക്ക് കൊണ്ടുപോയത് എന്തിനാണ്? വിജിലൻസ് ഡയറക്ടർ മാനുവൽ ധിക്കരിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് പരമാധികാരി, അദ്ദേഹത്തിന്റെ ആ റിപ്പോർട്ട് തിരുത്തിയതടക്കമുള്ള വളരെ നിർണായകമായ കാര്യങ്ങൾ എടുത്തു പറയുക കൂടി ചെയ്തു. ഇക്കാര്യത്തിൽ തികച്ചും നിയമവിധേയമായിട്ടുള്ള ഉത്തരവാണ് ജോൺ ഇല്ലിക്കാടൻ എന്ന ജില്ലാ ജഡ്ജി പാസ്സാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ഹൈക്കോടതിക്ക് അത്ര എളുപ്പത്തിൽ അസ്ഥിരപ്പെടുത്താനോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനോ സാധിക്കില്ല. അതിന് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കോടതിക്ക് നിയമത്തിനകത്ത് നിന്നിട്ടില്ല ചെയ്യാൻ പറ്റുള്ളൂ. നിയമവിധേയമായ ഉത്തരവാണ് അദ്ദേഹം പാസ്സാക്കിയിട്ടുള്ളത്. അതിൽ കൂടുതലും ഇല്ല കുറവുമില്ല. അപ്പോൾ പിന്നെ മേൽക്കോടതിയുടെ ഇടപെടലിനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ പിന്നെ മാണിയോട് മറ്റെന്തെങ്കിലും തരത്തിൽ താല്പര്യമുള്ള ആളായിരിക്കണം ഹൈക്കോടതിയിലെ ജഡ്ജി. നിർഭാഗ്യവശാൽ അതുമല്ല. അതുകൊണ്ട് വേറെ മാർഗമില്ല, അത്ര തന്നെ ഉള്ളൂ.
വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിനൊപ്പം കേരള കോൺഗ്രസ് എമ്മിന്റെ അടിയന്തര യോഗം അല്പസമയത്തിനകം കെ എം മാണിയുടെ വസതിയിൽ ചേരാൻ പോകുന്നുവെന്ന ഔദ്യോഗിക വസതിയിൽ ചേരാൻ പോകുന്നുവെന്ന വളരെ നിർണായകമായ ഒരു വാർത്ത കൂടി അവസരത്തിൽ പുറത്തു വരുന്നു. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാണിയോട് ഇക്കാര്യത്തിൽ യോഗം അടിയന്തരമായി ചേരുമോ എന്ന് ചോദിച്ചാൽ യോഗം ഇടയ്ക്കിടയ്ക്ക് ചേരുന്നതാണ് എന്ന ഒഴുക്കൻ മട്ടിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. എന്നാൽ പാർട്ടിയിൽ ഭൂരിപക്ഷവും ഇക്കാര്യത്തിൽ പി ജെ ജോസഫ് അടക്കം വളരെ നിർണായകമായ ഇക്കാര്യത്തിൽ പരോക്ഷ സൂചനകളും നൽകിയിരുന്നു. ഒരുപക്ഷെ മാണിയുടെ രാഷ്ട്രീയ ഭാഗതയും കൂടി തീരുമാനിക്കാൻ തരത്തിലുള്ള യോഗമാകാം ഇന്നത്തേത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതിനുമപ്പുറം നാളെ മധ്യകേരളം എങ്ങനെ വിധി എഴുതും എന്നതിനെ ആശ്രയിച്ചുമിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്ന ഒരർത്ഥത്തിൽ പറഞ്ഞു വെക്കാം. ന്യൂസ് റൂമിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി NV ബാലകൃഷ്ണൻ ചേരുന്നു. ബാലു, അതായത് കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ചില സംഭവ വികാസങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടോ? അതിന്റെ സൂചനകൾ നിലവിൽ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും അരുൺ, വരും ദിവസങ്ങളിൽ മാണിയുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന രൂപത്തിലുള്ള നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം നേരത്തെ തന്നെ മാണി രാജിവെക്കണം, അതല്ലെങ്കിൽ മാണി നിയമവകുപ്പെങ്കിലും ഒഴിയണമെന്ന ആവശ്യം കേരള കോൺഗ്രസിനകത്ത് നിന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് നിന്നും ഉയർന്നു വന്നിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇക്കാര്യം പരസ്യമായി പറയേണ്ടതില്ല നിലപാട് സ്വീകരിക്കുകയായിരുന്നു. പ്രധാനമായും പിന്നെ VM സുധീരൻ ഗ്രൂപ്പാണ് ഇത്തരമൊരു ആവശ്യവുമായി മുന്നോട്ട് വെച്ചത്. ഇതിന് പരോക്ഷമായി പിന്തുണ ഐ ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഐ ഗ്രൂപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കെ മാണിക്കെതിരെയുള്ള വിധിക്കെതിരെ അപ്പീൽ പോകേണ്ടതില്ല എന്ന പൊതു തീരുമാനം UDF സ്വീകരിക്കുകയും ചെയ്തത്. എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മാണിയെ സഹകരിക്കുകയും മാണിയെ സഹായിക്കുകയും മാണിയോടൊപ്പം നിൽക്കുകയും ചെയ്ത നിലപാട് സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവസാന ഘട്ടത്തിൽ ഈ കേസിന്റെ അപ്പീൽ ഘട്ടത്തിൽ ഒരു മറിമായം അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം ദൃഷ്ടാന്തമായത് അല്ലെങ്കിൽ നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ അതും ഇപ്പോൾ മാണിക്കും അതോടൊപ്പം തന്നെ UDF-നും വളരെയധികം തിരിച്ചടി നേരിട്ടിരിക്കുന്നു. തുടരന്വേഷണം റദ്ദു ചെയ്യണമെന്നായിരുന്നു പ്രധാനമായും വിജിലൻസ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ അതിന് തൽക്കാലം സ്റ്റേ നൽകാൻ കഴിയില്ല നിലപാടാണ് കോടതി സ്വീകരിച്ചത്. തൽക്കാലം സ്റ്റേ ചെയ്യാൻ കഴിയില്ല, വാദം തുടരേണ്ടതുണ്ട്, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേ ചെയ്യാൻ കഴിയില്ല നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതിയിൽ ഹാജരായ സർക്കാർ അഭിഭാഷകർ ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി അതിന് വഴങ്ങിയില്ല. അതുകൊണ്ട് തന്നെ മാണിക്ക് ഇനി ഇപ്പോൾ അധികാരത്തിൽ തുടരാൻ കഴിയുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് ശേഷം, വോട്ടെടുപ്പിന് ശേഷം ഔചിത്യത്തോടുകൂടി പ്രതികരിക്കുമെന്ന് VM സുധീരൻ പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ VD സതീശനും TN പ്രതാപനും ഉൾപ്പെടെയുള്ളവർ കെ എം മാണിക്കെതിരെ രംഗത്ത് വരുമെന്ന സൂചനകളും ഇതിനകം തന്നെ ലഭ്യമായിട്ടുണ്ട്. സ്വാഭാവികമായും വരും ദിവസങ്ങൾ ഇവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ്. അത് കെ എം മാണി രാജിവെക്കണം, അതല്ലെങ്കിൽ നിയമവകുപ്പ് ഒഴിയണമെന്ന ആവശ്യമായിരിക്കും മുന്നോട്ട് വെക്കുക. അത്തരമൊരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും പ്രതിപക്ഷത്തിന്റെ നിലപാടും ഏകദേശം വ്യക്തമായിട്ടുണ്ട്. പ്രതിപക്ഷവും ശക്തമായ സമരത്തിലേക്ക്. അഡ്വക്കേറ്റ് PA സലീം കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. ബാലു, അഡ്വക്കേറ്റ് PA സലീം, മേൽക്കോടതിയിൽ നിന്ന് അനുകൂലമായ പരാമർശം ഉണ്ടാക്കിയെടുക്കാം എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ വീണ്ടും സർക്കാരിന് തിരിച്ചടി. യഥാർത്ഥത്തിൽ UDF, കോൺഗ്രസ് വെള്ളം കുടിക്കുകയാണ്. മാണിയെ ഉൾപ്പെടുത്തിയ UDF നിലവിൽ എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? കാരണം അപൂർവമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി സംജാതമാകുന്നു എന്ന സൂചന കൂടിയാണ് നിലവിൽ ലഭിക്കുന്നത്. കേസിൽ തുടരന്വേഷണത്തിന് സ്റ്റേ ഇല്ല എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണോ? അല്ല, അത് ഗവൺമെന്റ് വെള്ളം കുടിക്കുന്നതിന് വ്യാഖ്യാനത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ കഴിയും? ഒന്ന് തുടരന്വേഷണത്തെ KM സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് തുടരന്വേഷണത്തിൽ യാതൊരു വിധമായ വൈമനസ്യവും പ്രകടിപ്പിച്ചിട്ടില്ല. സ്വാഭാവികമായും അത് മാത്രമല്ല, ഈ തുടരന്വേഷണം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് പല മന്ത്രിമാരും ഈ തുടരന്വേഷണം സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പോകാനായി? വിജിലൻസ് ഡയറക്ടറെ കുറിച്ചുള്ള പ്രത്യേക പരാമർശം നീക്കണമെന്നായിരുന്നല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. ഇത് വിജിലൻസിന്റെ ഒരു തീരുമാനമാണ്. വിജിലൻസ് ഡയറക്ടറെ കുറിച്ച് വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായ ഒരു പരാമർശനം സ്വാഭാവികമായും വിൻസെന്റ് പോളിനെ അഡ്വക്കേറ്റ് PA സലീം, വിജിലൻസ് എന്നൊക്കെ പറയുന്നത് സർക്കാരിന്റെ സംവിധാനമല്ലേ? അതൊക്കെ വെറും പറച്ചിലല്ലേ? ആദ്യം പറഞ്ഞിരുന്നത് വിജിലൻസ് ഡയറക്ടറുടെ പരാമർശം നീക്കാനാണ്, ഈ സംവിധാനത്തെ മുഴുവൻ ഇത് താറുമാറാക്കും, അതുകൊണ്ട് വിജിലൻസിനെ കൊണ്ട് അപ്പീൽ നൽകുന്നു എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല, തുടരന്വേഷണത്തിന് തന്നെ സ്റ്റേ എന്ന തരത്തിലേക്ക് പോയി, അവിടെയും തിരിച്ചടി. ഇനി പറഞ്ഞോളൂ. അല്ല, വിജിലൻസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതിന്റെ ക്രെക്സ് വിജിലൻസ് ഡയറക്ടർക്കെതിരായ ഒരു പരാമർശവും വിജിലൻസിന്റെ വെരി എക്സിസ്റ്റൻസ് ചോദ്യം ചെയ്യപ്പെടുന്ന ചില എലിമെന്റ്സ് വിജിലൻസ് കോടതി വിധിയിൽ ഉണ്ടായതുകൊണ്ടാണ്. സ്വാഭാവികമായും ഒന്നെങ്കിൽ വിജിലൻസിന് ആ വിധിയുമായി പൊരുത്തപ്പെട്ട് ഘടന തന്നെ മാറ്റി എഴുതേണ്ടി വരും. അതല്ലെങ്കിൽ ഈ നമ്മുടെ നിലവിലുള്ള വിജിലൻസ് മാനുവൽ അനുസരിച്ച്, സുപ്രീം കോടതിയിലെ റൂളിംഗിനനുസരിച്ച് വിജിലൻസ് ഡയറക്ടറുടെ അധികാര അതിർത്തിയിലേക്കുള്ള ഒരു കടന്നുകയറ്റം നിലയിൽ ആ വിധിക്ക് കുറെ കോൺസിക്വൻസ് ഉണ്ട്.
സ്വാഭാവികമായും അതിന് ഹൈക്കോടതിയെ സമീപിക്കാനാണ് വിജിലൻസ് തീരുമാനമെടുത്തത്. അതെ, അവിടെയുമാണ് ഇപ്പോൾ നിലവിൽ തിരിച്ചടി ഏറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം വിജിലൻസ് ഡയറക്ടർ മാനുവൽ ധിക്കരിച്ചു എന്ന് സ്പഷ്ടമായി കോടതി പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് എന്തിനാണ്? സുകേശന്റെ വസ്തുതാ വിവര റിപ്പോർട്ട് തിരുത്തിയത് എന്തിനാണ്? ഇങ്ങനെയുള്ള ഗൗരവതരമായ ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചു. അവിടെയും ഇത് കോടതി വാദത്തിനിടയിൽ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കോടതിയുടെ ഒരു അത് നിസ്സാരമായി പരിഗണിക്കാനാകുമോ? കോടതിയാണ് ചോദിക്കുന്നത്. അല്ല, ഇപ്പൊ ഒരു കോടതിയുടെ പരാമർശങ്ങളുമായി ഞാൻ ബന്ധപ്പെട്ട് ഞാൻ അതിലേക്ക് ഒരു വിവാദപരമായ ഒരു കമന്റ് ഞാൻ തയ്യാറില്ല. ഓക്കെ, അങ്ങനെ ആ കാര്യത്തിലേക്ക് ഒരു വിവാദത്തിലേക്ക് പോകണ്ട. വേറൊരു കാര്യം, ഇന്ന് ഉന്നതാധികാര സമിതി അടിയന്തരമായി മാണിയുടെ വസതിയിൽ ചേരുന്നുണ്ട്. 11-12 KPCC നിർവാഹക സമിതി യോഗം കൂടി നിലവിലുണ്ട് തിരുവനന്തപുരത്ത്. എന്താകും ഭാവി? എങ്ങനെ കാര്യങ്ങൾ പുരോഗമിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, KPCC പ്രസിഡന്റ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. ബാർ കോഴക്കേസിൽ എനിക്ക് കൃത്യമായ നിലപാടുണ്ട്. പക്ഷേ രാഷ്ട്രീയ ഔചിത്യം മാനിച്ച് ഞാനത് പറയുന്നില്ല. പിന്നെ പറയാം. രാഷ്ട്രീയ ഔചിത്യം മാനിച്ചും അതോടൊപ്പം ഇത് KPCCയിൽ ചർച്ച ചെയ്തെടുക്കുന്ന ഒരു തീരുമാനം മാത്രമേ KPCC പ്രസിഡന്റ് അന്തിമമായി പാർട്ടി നിലപാടായി പറയാൻ കഴിയൂ. മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിക്ക് ഇനി എങ്ങനെ സംരക്ഷിക്കാനാവും ധനമന്ത്രി KM മാണിയെ? VM സുധീരൻ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായി ഇദ്ദേഹത്തിനോട് പറയാൻ സാധിക്കുമോ? നേരത്തെ KP വിശ്വനാഥന്റെ രാജിയൊക്കെ കാട്ടി ഒരു മുഴം നീട്ടി എറിഞ്ഞിരുന്നതാണ്. പക്ഷേ നിലവിൽ ഇതവിടെ പൊളിഞ്ഞില്ലേ? മുഖ്യമന്ത്രി KM മാണിയുടെ രാജിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു അഭിപ്രായം, അത് KP വിശ്വനാഥനെ പോലെയുള്ള മന്ത്രിമാരുടെ കോടതികളുടെ ഒരു പ്രാരംഭഘട്ടത്തിലുള്ള പരാമർശങ്ങളുടെ പേരിൽ ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ച മന്ത്രിമാരും പിന്നീട് ആ മന്ത്രിമാർക്ക് സജീവ രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ സ്വാഭാവികമായി അവർക്ക് അർഹതപ്പെട്ട ഒരു സ്പേസിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു സാഹചര്യം, അത് കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഒരു നീതികേടിന്റെ രൂപത്തിൽ ഈ KP വിശ്വനാഥൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിലാപത്തിന്റെ ഒരു ഘട്ടത്തിൽ അതായത് ധനമന്ത്രി KM മാണി തന്നെ ഒരർത്ഥത്തിൽ രാജിക്ക് സമ്മതിച്ചപ്പോൾ പോലും മുഖ്യമന്ത്രി അതിനെ സമ്മതിച്ചിരുന്നില്ല. അഥവാ മേൽക്കോടതിയിൽ നിന്ന് അനുകൂലമായ പരാമർശം ഉണ്ടായിരുന്നെങ്കിൽ, അഥവാ മേൽക്കോടതിയിൽ നിന്ന് അനുകൂല പരാമർശം വരുന്നുവെങ്കിൽ അത് അനുഗുണമാകുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത്. ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിന് തുടരാനാവുക എന്നാണ് താങ്കൾക്ക് പറയാൻ സാധിക്കുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും KM മാണിയും കേരള കോൺഗ്രസും സജീവമായി ഈ എന്നാൽ ഹൈക്കോടതിയിൽ ഇന്നത്തെ പരാമർശത്തെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായ വിവരം എന്റെ മുമ്പിൽ ലഭ്യമല്ല. പക്ഷേ ഈ തുടരന്വേഷണത്തിന് സ്റ്റേ ഇല്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് നിലവിലുള്ള നിലപാടുകൾക്ക് ഒരു വലിയ മാറ്റമൊന്നും വരുത്തുന്ന കാര്യവുമല്ല. പക്ഷേ വിജിലൻസ് കോടതി ദയവായി തുടരുക. ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്, അദ്ദേഹം കൂടി നമുക്കിപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ തോമസ് ഐസക്, മേൽക്കോടതിയിൽ നിന്ന് അനുകൂലമായ പരാമർശം സാധ്യമാകും എന്നായിരുന്നു യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവിടെയും സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. എങ്ങനെയാണ് കാണുന്നത്? ഇത് UDFന്റെ രാഷ്ട്രീയ കബളിപ്പിക്കൽ ഏറ്റവും വ്യക്തമാക്കുന്ന ഒരു സംഭവവികാസമാണ്. ഞങ്ങൾ അപ്പീലിന് പോകുന്നില്ല എന്നല്ലേ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചത്. അതെ, കാരണം അപ്പീലിന് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായ തിരിച്ചടിയാണ്. ഇലക്ഷൻ കഴിഞ്ഞ പിറ്റേന്ന് തന്നെ കാലത്ത് അപ്പീലിന് പോകാൻ തീരുമാനിക്കുന്നു, അപ്പീലിന് പോകുന്നു, ഹൈക്കോടതി തള്ളിക്കളയുന്നു. അപ്പൊ അതോടുകൂടി ഇത് വലിയ തിരിച്ചടിയും മാനഹാനിയാണ് അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ശ്രീ തോമസ് ഐസക്, മാണി രാജിവെക്കണം എന്ന നിങ്ങളുടെ ആവശ്യം കൂടുതൽ ശക്തിപ്പെടുകയാണോ ഈ ഘട്ടത്തിൽ? മാണി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ മാത്രമല്ല, ഭരണകക്ഷികളിൽ പോലും ചില ഘടകങ്ങൾക്ക് മാണിയുടെ പാർട്ടിയിൽ തന്നെ ചില വ്യക്തിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. യെസ്, വളരെ നന്ദി ഡോക്ടർ തോമസ് ഐസക് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരാനിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരിമാനൂർ. സുനിൽ, വിശദാംശങ്ങൾ. മാണിയുടെ ഔദ്യോഗിക വസതിയിലാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ പോകുന്നത്. ഇത് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഹൈക്കോടതി തുടരന്വേഷണം സ്റ്റേ ചെയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി യോഗം ചേരുന്നത്. നേരത്തെ തന്നെ KM മാണിയുടെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസും UDFും ഇലക്ഷന് ശേഷം യോഗങ്ങൾ ചേർന്ന് തീരുമാനം എടുക്കുമെന്നുള്ള ഒരു സാഹചര്യമാണ് പറഞ്ഞിരുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നത്. വിജിലൻസിന്റെ നടപടികളെയും ഹൈക്കോടതി രൂക്ഷമായിട്ടാണ്
തരത്തിലാണ് വിമർശിച്ചത്. വിജിലൻസ് കൃത്യമായി AG-യിൽ നിന്ന് ഉപദേശം തേടിയിട്ടില്ല. അതോടൊപ്പം തന്നെ വിജിലൻസിലെ മാനുവൽ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലാണ് വിജിലൻസ് ഡയറക്ടർ പെരുമാറിയിട്ടുള്ളത് എന്നുള്ളതടക്കം നിരവധി കാര്യങ്ങളാണ് ഹൈക്കോടതി പറഞ്ഞത്. അതുപോലെ തന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതി പറഞ്ഞിട്ടുള്ള തുടരന്വേഷണം സ്റ്റേ ചെയ്യേണ്ട സാഹചര്യമില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ KM മാണി കുറ്റക്കാരനായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം മാണിയുടെ ഔദ്യോഗിക വസതിയിൽ ചേരുന്നത്. ഇക്കാര്യത്തിൽ 11-12 KPCC നിർവാഹക സമിതി യോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഉണ്ടാകും എന്ന് കരുതിയിരുന്നതാണ്. അതിനു മുമ്പ് അടിയന്തരമായുള്ള ഈ കൂടിച്ചേരൽ അത് എന്തെങ്കിലും രാഷ്ട്രീയ സൂചനകൾ നിലവിൽ നൽകുന്നുണ്ടോ സുനിൽ? അരുൺ, എന്തായാലും KM മാണിയുടെ കാര്യത്തിൽ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം തീരുമാനം എടുക്കാമെന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെയാണ് UDF-ഉം അതോടൊപ്പം തന്നെ KPCC-യും പോയിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ട് തന്നെ, കാരണം ഇത് ഹൈക്കോടതി കൂടി തള്ളിയ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി തുടരന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യമാണ്. തുടരന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ധാർമ്മികത കണക്കിലെടുത്തുകൊണ്ട് KM മാണി രാജിവെക്കണമെന്നുള്ള ഒരു സമ്മർദ്ദം വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുണ്ട്. അത് PJ ജോസഫ് വിഭാഗത്തിലെ ചില നേതാക്കൾക്കും അത്തരത്തിലൊരു ആവശ്യമുണ്ട്. നേരത്തെ PJ ജോസഫ് വിഭാഗത്തിലെ തന്നെ അടിയന്തരമായി കേരള കോൺഗ്രസ് എമ്മിന്റെ ഉന്നതാധികാര സമിതി യോഗം വിളിക്കണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇലക്ഷൻ കണക്കിലെടുത്താണ് ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം വന്നത്. നാളെ ഇനി ഇലക്ഷന്റെ റിസൾട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ തുടർ നടപടികൾ സാധ്യമാകും. അതുകൊണ്ട് തന്നെ യോഗങ്ങളിൽ കൃത്യമായിട്ടൊരു നിലപാടും തീരുമാനവും വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ അടിയന്തരമായി പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. ഏത് നിലപാട് കേരള കോൺഗ്രസ് എം സ്വീകരിക്കണം മാണി വിഷയത്തിലെന്ന് കൃത്യമായി തീരുമാനിക്കാൻ തന്നെയാണ് യോഗം ഇന്ന് ചേരുന്നത്. സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ അടിയന്തരമായ പാർലമെന്ററി പാർട്ടി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ബാർ കോഴ കേസിൽ ഹൈക്കോടതിയിലും സർക്കാരിന് തിരിച്ചടിയേറ്റ സാഹചര്യത്തിലാണ് ഈ നിർണായകമായ യോഗം. ഒപ്പം KM മാണിയുടെ വസതിയിൽ മാണി ഗ്രൂപ്പിന്റെ കേരള കോൺഗ്രസ് എമ്മിന്റെ അടിയന്തര യോഗവും നിലവിൽ ചേരുന്നുണ്ട്.